ജില്ലാ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഫസ്റ്റ് വന്നത് വേറെ വളരെ മോശമായിട്ട് പെർഫോം ചെയ്തൊരു കുട്ടിക്ക്. അത് പോട്ടെ, ഫസ്റ്റ് പോട്ടെ, അപ്പീൽ വഴിയെങ്കിലും വരാമെന്ന് വെച്ചു. സെക്കൻഡ് പൊസിഷനായിട്ട് അപ്പീൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. 5 മാർക്കിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പെർഫോമൻസിൽ ജഡ്ജസ് എഴുതി വെച്ച റിമാർക്സും മികച്ച പെർഫോമൻസ് എന്നാണ്. എന്നിട്ടും തൃശ്ശൂർ ഡി ഡയറക്റ്റ് അപ്പീൽ പാസ്സാക്കിയില്ല. എന്നിട്ടും അപ്പീൽ പാസ്സാക്കാതെ വന്നപ്പോൾ ഞങ്ങളെന്നാൽ പോട്ടെ, ഇനി കോർട്ട് അപ്പീൽ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ മുൻസിഫ് കോർട്ടിൽ അപ്പീൽ വെച്ചു. മുൻസിഫ് കോർട്ടിൽ അപ്പീൽ വെച്ചിട്ടും അപ്പോഴും ഞങ്ങൾ ഡിസംബർ 22-ാം തീയതി അപ്പീൽ വെച്ചതാണ്. ഓരോ ദിവസം ഇത് നാളെ വാദിക്കാം, ഇതിൻ്റെ ഹിയറിംഗ് നാളെ നടത്താം, മറ്റന്നാൾ നടത്താം, അങ്ങനെ മാറ്റി 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 ഇന്നലെയാണ് ഹിയറിംഗ് നടത്തിയത് കോർട്ട് അപ്പീൽ. എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പോഴാണ് വിധി വന്നത്. അത് റിജക്ട് ചെയ്യാൻ, ഇവർക്ക് ഇത് റിജക്ട് ചെയ്യാനാണെങ്കിൽ ഇത്രയും ദിവസം ഇവരെടുക്കുന്ന ആവശ്യം എന്ത്? സെക്കൻഡ് കിട്ടിയ പല കുട്ടികൾക്കും അപ്പീൽ പാസ്സാക്കി. 2 ടീമിനൊക്കെയാണ് തിരുവാതിരയ്ക്കൊക്കെ അപ്പീൽ പാസ്സാക്കി കൊടുത്ത രീതി. മോണാക്ടിന് വെറും 5 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ടും അപ്പീൽ പാസ്സാക്കിയില്ല. ഇന്ന് കോർട്ട് വെച്ചു. കോർട്ട് ഞങ്ങൾ വെക്കാൻ കാരണം തന്നെ ഒരു മാനുവൽ പ്രകാരമുള്ള മാർക്കിടലല്ല. മാർക്കിടുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് മാർക്കുണ്ട്. ABCD എന്നുള്ള കോളങ്ങളിലാക്കിയിട്ടാണ് മാർക്ക് ലിസ്റ്റിൽ അത് കൊടുക്കുക. അതിലൊന്നും മാർക്ക് പൂരിപ്പിക്കാതെ നേരിട്ട് 98 ഏതടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത്? ജഡ്ജസ് റിമാർക്സിൽ എഴുതണം. അതൊന്നും എഴുതാതെ വെറുതെ മാർക്കിട്ട് കൊടുത്തു. എന്നിട്ടും എന്തടിസ്ഥാനത്തിനാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 5 മാർക്കിന്റെ വ്യത്യാസത്തിൽ സെക്കൻഡ് വന്നതെന്നും പറയുന്നില്ല. റിമാർക്സ് എഴുതിയിരിക്കുന്നതിന് മികച്ച പെർഫോമൻസ് എന്നാണ് സെക്കൻഡ് വന്ന കുട്ടി, അതായത് ഞാൻ. എന്റെ ചെസ്റ്റ് നമ്പറിന്റെ റിമാർക്സ് ജഡ്ജസ് എഴുതിയിരിക്കുന്നത് മികച്ച പെർഫോമൻസ്. എന്നിട്ടും ഡയറക്റ്റ് അപ്പീൽ തന്നില്ല തൃശ്ശൂർ DD. കോർട്ടിൽ വെച്ചു 20,000 രൂപ. ഞങ്ങൾക്ക് വലിയ ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ അമ്മയുടെ സ്വർണ്ണം വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങുന്നത്. ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിലൊക്കെ ഇറങ്ങുന്നത്. സാമ്പത്തികം ഉണ്ടായിട്ടല്ല. കഴിഞ്ഞ കൊല്ലം മോഹിനിയാട്ടത്തിന് 1ാം സ്ഥാനം വന്നതാണ് സ്റ്റേറ്റിൽ. ഇക്കൊല്ലം സബ് ജില്ലയിൽ തന്നെ 12 മാർക്കിന്റെ വ്യത്യാസത്തിന് 3ാം സ്ഥാനം. അപ്പീൽ കിട്ടിയില്ല. കോർട്ട് അതും വെച്ചു. കോർട്ട് അതും തള്ളി. ചോദിക്കുമ്പോൾ പറയുന്നത് സമയക്രമം പാലിക്കാൻ മത്സരങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് എല്ലാ അപ്പീലുകളും തള്ളാനായിട്ടാണ് കോർട്ട് തീരുമാനിക്കുന്നതെന്ന്. അങ്ങനെ തള്ളാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞുകൂടെ? ഞങ്ങൾക്ക് ഇതിനെ ഇറങ്ങുമോ? ഓരോ പ്രതീക്ഷയായിട്ട് വരികയാണ്. ഓരോ പ്രതീക്ഷിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഞാൻ +2 സയൻസിന് പഠിക്കുന്ന കുട്ടിയെ ഇവിടെ ലാബ് എക്സാം നടക്കുക. അതുവരെ മാറ്റി വെച്ചിട്ട് പ്രതീക്ഷിച്ച് വന്ന് നിൽക്കുക ഒരവസരത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേറെ അവസരം എവിടെയാ ഉള്ളത്?